ഞാൻ എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു. അനലിറ്റിക്കൽ സേവനം നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഭൗതേടക തതേ അവ ഹവന്ന തതേ തണമമ്യ കോർപ്പറേഷനെക്കുറിച്ചുള്ള പൊതുവായ വിവരങ്ങളിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഇത് താൽക്കാലികമായി നിർത്താം. സംശയാസ്പദമായ കോർപ്പറേഷന്റെ എല്ലാ സൂചകങ്ങളും നിങ്ങൾക്ക് ശ്രദ്ധാപൂർവം പരിഗണിക്കാം. ഇപ്പോൾ കമ്പനിയുടെ നിലവിലെ അടിസ്ഥാന സൂചകങ്ങൾ നോക്കാം. ഫറവധവധവധവപഴ ശൗധവധവഭയൻ യവധപൺ ആവമ ആവ തടപാക. ഈ അവലോകനം സൃഷ്ടിച്ചത് സെപ്റ്റംബർ 01, 2025 വിവരങ്ങൾ ഉപയോഗിച്ചാണ്. വർഗീകരണം വഴി ഗുരുദാവപേന കമ്പനി ഫണോഗ ഭഴതഹധോപവ ശമതവധോന്ന് ഉപവിഭാഗത്തിൽപ്പെടുന്നു. ഓർഡറെ ചതൻതോധ 30 കമ്പനികളാണ് വിശകലനത്തിൽ പങ്കെടുക്കുന്നത്. ഈ വീഡിയോയുടെ അവസാന പരിഹാരങ്ങൾ കാണുക. പഠിക്കുന്ന കമ്പനിയുടെ ഫലം ഇപ്രകാരമാണ്. 10.4.5. ഉപവിഭാഗത്തിന്റെ ശരാശരി ഫലം -0.1 പോയിന്റ്. നിങ്ങൾ അതിനെ വിശാലമായി നോക്കുകയാണെങ്കിൽ മൊത്തത്തിലുള്ള യുഎസ് മാർക്കറ്റിന്റെ ചട്ടക്കൂടിനുള്ളിൽ മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ശരാശരി സ്കോർ 1.8 പോയിന്റാണെന്ന് ഞങ്ങൾ കാണുന്നു. കമ്പനിയുടെ 4.5 റേറ്റിംഗിനെതിരെ ഫണോഗ ധാവതളധോപവ ശതധവധോമം ഭയന് ഒരു കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനം താരതമ്യം ചെയ്യുന്നു. ഫണോഗ ഭാഗധോപള സതധവധോ ഭേന് ഉപവിഭാഗം ഓഹരികളും 12 മാസത്തിലേറെയായി കമ്പനിയുടെ ഓഹരികൾ ഞങ്ങൾ കാണും. ഫണോഗ ധാവതളധോപമ ശതധവധോമ 12.4% മാറ്റം കാണിച്ചു. 24.4% എന്ന ഉപവിഭാഗത്തിലെ വില ചലനാത്മകതയ്ക്കെതിരെ കമ്പനിയുടെ വിപണി മൂലധനം ഫണോഗ ഭാഗധോപമ ശതധവധോം ഭേം $5.21 ബില്യൺ. $818 ബില്യൺ വിപണി മൂലധനമുള്ള ഉപവിഭാഗത്തിന്റെ മൂല്യം $1.5 ബില്യൺ. കമ്പനിയുടെ പുസ്തക മൂല്യം $4.8 ബില്യൺ. ഉപവിഭാഗത്തിന്റെ മൂലധനം $291 ബില്യൺ. സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഓഹരികളും പുസ്തക മൂല്യവും താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനിപ്പറയുന്നവ കാണാം. അധിനിവേശ വിഹിതം ഫണോഗ ഭാഗധോപമ ശതധവധോമ ഭേന ഉപവിഭാഗത്തിൽ ഓഹരി വിപണി മൂല്യം വിലയിരുത്തുമ്പോൾ 0.636%. പുസ്തക മൂല്യം മൂലധനം 1.647%. കമ്പനിയുടെ മാർക്കറ്റ് ഷെയറിന്റെ വിലയിരുത്തലും ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷനും നല്ലത് 1 പോയിന്റ്. വിശകലനം ചെയ്യുന്ന കമ്പനിക്ക് $1.584 ബില്യൺ കടമുണ്ട്. പുസ്തക മൂല്യത്തിലേക്കുള്ള കടം ഇക്വിറ്റിയുടെ 33%. കമ്പനിയുടെ സാമ്പത്തിക ബാധ്യതകളുടെ നിലവാരം വിലയിരുത്തൽ നല്ലത് 1 പോയിന്റ്. കമ്പനിയുടെ വിപണി മൂല്യവും ലാഭ അനുപാതവും 4.6 ആണ്. 21.9 എന്ന ഉപവിഭാഗത്തിന്റെ ശരാശരി ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വരുമാന അനുപാത സ്കോർ വളരെ നല്ലത് 2 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ ലാഭം $1120 മില്യൺ. അടുത്ത 12 മാസത്തേക്കുള്ള ഫോർവേഡ് വരുമാനം $955 മില്യൺ കണക്കാക്കുന്നു. ഉപവിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭത്തിന്റെ സൂചകങ്ങളുടെ വിലയിരുത്തൽ കടന്നുപോകാവുന്ന 0 പോയിന്റുകൾ. കമ്പനിയുടെ വിലയും വരുമാന അനുപാതവും 0.5 ആണ്. ഉപവിഭാഗത്തിന്റെ ശരാശരി 3.1 ആണ്. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിനിമയ വിലയും വരുമാന അനുപാതവും വിലയിരുത്തുക നല്ലത് 1 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ വരുമാനം $9,870 മില്യൺ. അടുത്ത 12 മാസത്തെ പ്രവചന വരുമാനം $8.42 ബില്യൺ. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വിൽപ്പന സൂചകത്തിന്റെ വിലയിരുത്തൽ പാസബിൾ 0 പോയിന്റുകൾ. മാർജിനലിറ്റി 11.4%. ഉപവിഭാഗത്തിൽ ശരാശരി 14.1%. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മാർജിനാലിറ്റി വിലയിരുത്തൽ പാസാബിൾ 0 പോയിന്റുകൾ.
ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണം അനുസരിച്ച് കമ്പനിയുടെ വിഹിതം 0%. ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ കുറവാണ്. കമ്പനിയിലെ ഒരു ജീവനക്കാരന്റെ മൂലധനം $0,000 ഉപവിഭാഗത്തിന് $1,235,000. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരൻ കമ്പനി മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ ടോയ്ലറ്റ് -0.5 പോയിന്റ്. ഒരു ജീവനക്കാരന്റെ ലാഭം $0,000. ഉപവിഭാഗം ശരാശരി $56,400. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയിലെ ഓരോ ജീവനക്കാരന്റെയും ലാഭത്തിന്റെ വിലയിരുത്തൽ കടന്നുപോകാവുന്ന 0 പോയിന്റുകൾ. ഓർഗനൈസേഷന്റെ ഒരു ജീവനക്കാരന്റെ വിൽപ്പന അളവ് $0,000. ഉപവിഭാഗത്തിൽ $400,000. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും വരുമാനത്തിന്റെ വിഹിതത്തിന്റെ വിലയിരുത്തൽ പാസാബിൾ 0 പോയിന്റ്. വിൽപ്പന ഇടപാടുകളുടെ അളവ് 3.1%. ഉപവിഭാഗത്തിന് ശരാശരി 1.1%. സാങ്കേതിക സൂചകം രഥോ-14 കമ്പനിക്ക് 24% ലെവൽ കാണിക്കുന്നു. ഫണോക ഭാതനോഭോപമ ഫണതോധോ. ഉപവിഭാഗത്തിന് ഈ ലെവൽ ഏകദേശം 41%. കമ്പനിയുടെ യഥാർത്ഥ ഓഹരി വില ഏകദേശം $39 കൂടെ 27 സെന്റ് ആണ്. കമ്പനിയുടെ ഓഹരികളുടെ സമവായ വില ലക്ഷ്യം ഏകദേശം $79 കൂടെ 2 സെന്റ് ആണ്. ഓർഡർ ടേബിൾ നോക്കാം, അത് നിങ്ങൾക്ക് ലഭ്യമാണ്. പിൻ ചെയ്ത കമന്റിലെ ലിങ്ക്. ഒരു നിശ്ചിത സീസണിൽ വിവരങ്ങളും റഫറൻസ് സിസ്റ്റവും മുമ്പ് എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു. ഗുരുതഥനപയ ഓർഡർ ടേബിളിലേക്കുള്ള പ്രവേശനം സൗജന്യവും തുറന്നതുമാണ്. പിൻ ചെയ്ത കമന്റിലെ ലിങ്ക്. കമ്പനിയുടെ ഓഹരികളുടെ വിശകലനത്തെ അടിസ്ഥാനമാക്കി ഫലോക ഭഴോപമ ഫണതോധോ മൂല്യനിർണ്ണയത്തിന്റെ വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഗുരുതണമപയ ഇനിപ്പറയുന്ന തീരുമാനം എടുക്കുന്നു. $39 കൂടെ 28 സെന്റ് എന്ന വിലയിൽ വളർച്ചയ്ക്കായി ഒരു വ്യാപാരം തുറക്കുക. കമ്പനിക്ക് നല്ല മൂല്യനിർണ്ണയവും വില പ്രവണതയും ഉള്ളതിനാൽ ഡീൽ തുറന്നിരിക്കുന്നു. കമ്പനിയുടെ വിലയിരുത്തൽ മൂല്യനിർണ്ണയ രീതിയെ അടിസ്ഥാനമാക്കിയാണ് നടത്തിയത്. അക്കിമിന്റെ സൂചിക എടുക്കുക ലാഭം 48.65 ആയി സജ്ജീകരിച്ചിരിക്കുന്നു. സ്റ്റോപ്പ് ലോസ് 29.91 ആയി സജ്ജീകരിച്ചിരിക്കുന്നു. ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ 2025 ഒക്ടോബർ 01 ട്രേഡിംഗിന്റെ ഫലത്തെ അടിസ്ഥാനമാക്കി ഓർഡർ സ്വയമേവ അടയ്ക്കും. അല്ലെങ്കിൽ ഈ തീയതിക്ക് മുമ്പുള്ള അവസാന പ്രവൃത്തി ദിവസം ടിക്കർ നണ ഭാവട വിൽക്കാനുള്ള ഒരു ബാലൻസ് ഓർഡറായി മാറും. ബാലൻസിംഗ് ഓർഡറിലെ വീഡിയോ ഈ ചാനലിൽ ഇതിനകം പ്രസിദ്ധീകരിച്ചതോ ആയിരിക്കും. ഓർഡറുകളിലൊന്ന് അടയ്ക്കുന്ന സാഹചര്യത്തിൽ അടിസ്ഥാന അല്ലെങ്കിൽ ബാലൻസിംഗ്. രണ്ടാമത്തെ ഓർഡർ അവസാന വിലയിൽ അടച്ചു. ഈ വീഡിയോ കാണുന്നതിനും സഹായ സംവിധാനം ഉപയോഗിച്ചതിനും എല്ലാവർക്കും വളരെ നന്ദി. ഗുരു ലമണമയോ.